അടിയാളവർഗത്തിൻ്റെയും അധികാരവർഗത്തിൻ്റെയും ഒരു നേരായ കഥയാണ് വിധേയൻ. അധികാരമുള്ളവൻ്റെ മ്ലേച്ഛത്തരങ്ങളും അധികാരമില്ലാത്തവൻ്റെ നിലനിൽപ്പിനുള്ള വിധേയത്വവും ഭാസ്കര പട്ടേലും തൊമ്മിയും. ഇത്രയും തന്നെ ധാരാളമാണ് വിധേയൻ എന്ന സിനിമയെക്കുറിച്ച് അറിയുവാനും മനസ്സിലാക്കുവാനും. ഭൂമി കയ്യേറി കൃഷിപ്പണി ചെയ്യാൻ വന്ന തൊമ്മിയെ നെഞ്ചത്ത് ചവിട്ടിയും മുഖത്തേക്ക് മുറുക്കിത്തുപ്പിയും തൻ്റെ ധാർഷ്ട്യം കാണിക്കുന്ന പട്ടേലർ. ഒരു ചവിട്ടുകൊണ്ട് തന്നെ താൻ യജമാനനാണെന്നും നീ എനിക്ക് അടിമപ്പെട്ട് നിൽക്കണമെന്നും പട്ടേലർ സ്ഥാപിക്കുന്നു. ധാർഷ്ട്യക്കാരനായ അല്ലെങ്കിൽ കോപക്കാരനായ പട്ടേലരിൽ നിന്നും തൊമ്മിയുടെ ഭാര്യ സുന്ദരിയാണെന്നറിയുമ്പോൾ ഭാസ്കര പട്ടേലർക്കുണ്ടാവുന്ന ഭാവമാറ്റം മമ്മൂക്ക അസാധ്യമായി ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാം. ഭാസ്കര പട്ടേലും എൻ്റെ ജീവിതവും എന്ന സക്കരയുടെ നോവലറ്റിനെ അടിസ്ഥാനമാക്കി അടൂർ ഗോപാലകൃഷ്ണൻ തിരക്കഥയും സംഭാഷണവും സംവിധാനവും നിർവഹിച്ച സിനിമ. 1994 ഈ സിനിമ വാരിക്കൂട്ടിയത് ഒരു പിടി അവാർഡുകളാണ്. മികച്ച നടനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങൾ മമ്മൂക്കയ്ക്ക്, മികച്ച കഥ സക്കറിയ, മികച്ച തിരക്കഥ അടൂർ ഗോപാലകൃഷ്ണൻ, മികച്ച ചിത്രം വിധേയൻ, മികച്ച സംവിധായകൻ അടൂർ ഗോപാലകൃഷ്ണൻ. ഇതൊന്നും പോരാതെ മികച്ച ചിത്രത്തിൻ്റെ നിർമ്മാതാവ് കെ രവീന്ദ്രൻ നായർ. ഓമനെ, നമുക്ക് എങ്ങോട്ടെങ്കിലും പോയാലോ? എങ്ങോട്ട് പോവാനാ? വയനാട്ടിൽ ഗതി കിട്ടാനല്ലയോ ഉള്ളതെല്ലാം വിറ്റുപറക്കി ഇവിടെ വന്നത്. ഇനിയിപ്പോ ഇതും കളഞ്ഞേച്ച് നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? പെണ്ണും പിടക്കോഴിയൊന്നും ഇല്ലാണ്ട് ഇത്രയും കാലം കഴിഞ്ഞേച്ച് ഇതൊന്നും വേണ്ടായിരുന്നു. വേട്ടയ്ക്ക് പോയി തിരിച്ചു വരുമ്പോൾ പട്ടേലർ ഒരു സ്ത്രീയെ ആക്രമിച്ച് ബലാത്സംഗം ചെയ്യുന്നത് കണ്ട് മിണ്ടാതിരിക്കുന്ന തൊമ്മി തന്റെ ഭാര്യയ്ക്കും സമാനഗതി കാണുമ്പോൾ വേദനയോടെ തന്നെ മിണ്ടാതിരിക്കുന്നു. അത്രയ്ക്കും അന്ധമാണ് അയാളുടെ യജമാന സ്നേഹം. പട്ടേലരുടെ ഭാര്യ സരോജക്കയുമായി തൊമ്മിക്ക് സഹോദരതുല്യമായ ഒരു ബന്ധമാണെങ്കിലും തന്റെ സരോജക്കയെ കൊന്നു കെട്ടിത്തൂക്കാൻ തൊമ്മി പട്ടേലരെ കരഞ്ഞുകൊണ്ട് സഹായിക്കുന്നു. പട്ടേലരുടെ ശത്രുക്കൾ പട്ടേലരെ കൊല്ലുവാൻ പദ്ധതിയിട്ട് തൊമ്മിയുടെ സഹായത്തിന് വേണ്ടി വരികയും ആദ്യ ശ്രമം പാളുകയും ചെയ്യുന്നു. തൊമ്മിയും പട്ടേലരും കാട് കയറി ഒളിവിൽ പോകുന്നുണ്ടെങ്കിലും ശത്രുക്കളുടെ വാടകയുണ്ടകൾ പട്ടേലരെ വെടിവെച്ചു കൊല്ലുന്നു. താൻ സ്വതന്ത്രനായി എന്ന തിരിച്ചറിവിൽ തൊമ്മി സന്തോഷത്തോടെ ഭാര്യയുടെ അടുത്തേക്ക് ഓടുന്നു. യജമാനന്റെ അധികാരവും ധാർഷ്ട്യവും തനിക്ക് ഇനി കാണേണ്ടി വരില്ല എന്നാവും തൊമ്മി കരുതിയിട്ടുണ്ടാവുക.